ചിന്ത മാഗസിൻ നമ്മൾ പരിശോധിച്ചാൽ ഈ കാര്യം വ്യക്തമാണെങ്കിൽ മലയാളത്തിന്റെ മണ്ണിനോട് നമുക്കൊക്കെയും പരിചയമുള്ള VS അച്യുതാനന്ദനാണ് ഇത് എഴുതി പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അടിസ്ഥാനപരമായി അവരുടെ ലക്ഷ്യം എന്താണ് എന്ന് അവിടെ വ്യക്തമാണ്. ഇനി ഒറ്റ കാര്യം കൂടി, EMS നമ്പൂതിരിപ്പാടിനെ നമുക്കറിയാം. EMS നമ്പൂതിരിപ്പാട് മതം മാർക്സിസം എന്ന പുസ്തകത്തിൽ അതിന്റെ 59-ാമത്തെ പേജിൽ ഇതേ ആശയം ആവർത്തിക്കുന്നുണ്ട്. ആവർത്തിച്ച ശേഷം പൂർത്തീകരിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് ഇസ്ലാം മതത്തെക്കുറിച്ച് മാത്രമുള്ള ഒരു വാക്യമല്ല, മതത്തെക്കുറിച്ചാണ്. ക്രിസ്ത്യാനിസം ആവട്ടെ, ഹിന്ദുമതമാവട്ടെ, സിഖിസം ആവട്ടെ, ഏത് മതവും കമ്മ്യൂണിസത്തിന് മുമ്പിൽ ഒന്നാണ് മതം, ഈശ്വര വിശ്വാസം. അത് പാടേയില്ല, അത് അന്ധമാണ്, അത് നിരാകരിക്കേണ്ടതാണ്, അതിനെ നിർമൂലനം ചെയ്യേണ്ടതാണ് എന്നതിൽ യാതൊരു സംശയവും ഒരു കമ്മ്യൂണിസ്റ്റുകാരനില്ല. ഇത് പറഞ്ഞിട്ട് ഇതൊരു തർക്കമറ്റ കാര്യമാകുന്നു. അദ്ദേഹത്തിന്റെ വാക്കാണ്, ഇതൊരു തർക്കമറ്റ കാര്യമാകുന്നു. മതത്തെ വേരോട് പിഴുതെറിയുക എന്നതാണ് കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനപരമായ ധർമ്മം. ഇത് മതം മാർക്സിസം 59-ാമത്തെ പേജ്. ഈ രണ്ടും ഉണ്ടാകുമ്പോൾ ഇനി RSSന്റെ കാര്യമായാലും BJPയുടെ കാര്യമായാലും ഒരേ മുഖമാണല്ലോ. ഹിന്ദു മതമല്ലാത്ത ഒരു മതവും പാടില്ല എന്ന് അവർ സിദ്ധാന്തിക്കുന്നു. അതല്ലാത്തവരെ ഓരോന്നായിട്ട് ആദ്യം ഇസ്ലാമിനെതിരെയും അതോടൊപ്പം ക്രിസ്ത്യാനിസത്തിനെതിരെയും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നരനായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. കഥകൾ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ആവർത്തന വിരസത ഞാൻ ഉണ്ടാക്കുന്നില്ല. രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം ഒന്നാണ്, രണ്ടു വിധത്തിലാണ്. ഒരു കൂട്ടരുടെ ലക്ഷ്യം മതമേ പാടില്ല, മറ്റേ കൂട്ടരുടെ ലക്ഷ്യം ഞങ്ങളില്ലാത്ത ഒരു മതവും പാടില്ല. അഥവാ ഒരു ഗ്രീക്ക് കഥയുണ്ട്, പേര് പ്രൊക്രൂസ്റ്റസ് എന്നാണ്. കമ്മ്യൂണിസ്റ്റ് കവിയായിട്ടുള്ള വയലാർ രാമവർമ്മ അതിമനോഹരമായ കവിതയിലൂടെ ഈ കഥ അവതരിപ്പിക്കുന്നുണ്ട്. കഥാസാരം ഇത്രയേ ഉള്ളൂ: ഘോരമായ ഒരു വനാന്തരത്തിലൂടെ ഒരു യാത്രികൻ നടന്നു പോവുകയാണ്. സന്ധ്യ മയങ്ങാൻ നേരത്ത് വിശ്രമിക്കാൻ എവിടെയാണ് ഇടം എന്ന് അദ്ദേഹം സങ്കടത്തോടെ അന്വേഷിക്കുന്നുണ്ട്. മുറ്റിയ ഈ വനത്തിൽ ഒരു ഇടവും കിട്ടില്ലല്ലോ എന്ന് സങ്കടപ്പെടുമ്പോ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോ അപ്പുറത്ത് ഒരു കൊച്ചു കുടില് കാണാൻ അവസരമുണ്ടായി. അതിനകത്തേക്ക് കടന്നു ചെന്നപ്പോഴാണ് അതൊരു കൊല്ലന്റെ ആലയാണ് എന്ന് മനസ്സിലായത്. ഇരുമ്പ് പണിക്കാരന്റെ ആലയാണെന്ന്. ആൾ പുറത്തേക്ക് വന്നു. ഒരു കാട്ടാളന്റെ രൂപമായിരുന്നു. ഈ ആളോട് പക്ഷേ കാട്ടാളരൂപിയായ ഒരു മനുഷ്യൻ മനോഹരമായ വാക്കുകളാണ് പറയുന്നത്. ആതിഥേയ മര്യാദയോടുകൂടി അദ്ദേഹത്തെ തന്റെ കുടിലിനകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി, അങ്ങ് ക്ഷീണിച്ചുവല്ലോ, ഇനി നേരം പുലരുവോളം വിശ്രമിക്കാൻ ഒരു ഇടം വേണ്ടേ, അന്നം വേണ്ടേ, അതിനല്ലേ ഞാൻ ഇവിടെ കാത്തിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ വല്ലാത്ത ആശ്വാസത്തോടു കൂടി കാട്ടാള രൂപിയാണെങ്കിലും എന്തൊരു മനുഷ്യത്വമുള്ള ആളാണ് ഇയാൾ എന്ന് വിചാരിച്ചുകൊണ്ട് സമ്മതം കൂടെ കൂടി. തേനും പഴവുമാണ് ഭക്ഷണമായി കൊടുത്തത്. പിന്നെ പറഞ്ഞു, മിഷ്ടാന്നം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ആതിഥേയൻ അതിഥിയോട് പറഞ്ഞു, ഇനി നിങ്ങൾക്കൊന്ന് വിശ്രമിക്കണ്ടേ, അതിനാണ് ഞാൻ ഇവിടെ കട്ടിലൊരുക്കി വെച്ചിട്ടുള്ളത്. ഒരു ഇരുമ്പിന്റെ കട്ടിലായിരുന്നു, കൊല്ലന്റെ യാലയിലെ ഇരുമ്പിന്റെ കട്ടിൽ. ഇയാൾ ആ കട്ടിലേക്ക് വീണ് കിടന്നു. കഴിച്ച ഭക്ഷണവും ക്ഷീണവും കാരണം മയങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോ അലറി വിളിച്ചുകൊണ്ട് ഇയാൾ എഴുന്നേറ്റു. തന്റെ ശരീരത്തിന്റെ കാൽഭാഗത്തും കൈഭാഗത്തും ഏറ്റുവാങ്ങേണ്ടി വന്ന കിരാതമായ വേദന കാരണം അദ്ദേഹം അലറി വിളിച്ചുകൊണ്ട് എഴുന്നേറ്റു. എഴുന്നേൽക്കാൻ ശ്രമിച്ചു, പക്ഷെ പൊങ്ങാനായില്ല. എന്തേ കാര്യമെന്ന് ചോദിച്ചാൽ ഇയാൾ ആ കട്ടിലിൽ ചെങ്ങല കൊണ്ട് വരിഞ്ഞു മുറുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ കൊല്ലൻ തന്റെ കിങ്കരന്മാരോടൊപ്പം ചേർന്ന് ഇദ്ദേഹത്തിന്റെ കൈയും കാലും വെട്ടിമാറ്റുകയായിരുന്നു. അതിനു മുമ്പ് തന്നെ ഇയാളുടെ ഭാണ്ഡത്തിലുണ്ടായിരുന്ന എല്ലാം ഇയാൾ കൊള്ളയടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രൊക്രൂസ്റ്റസ് എന്ന ഈ കഥ തുടർന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ കൊല്ലന്റെ അഥവാ ഈ കാട്ടാളന്റെ സ്വഭാവവും ശീലവും ധർമ്മവും എന്താണെന്ന് ചോദിച്ചാൽ, നടന്നു പോകുന്ന യാത്രക്കാരന്, രാജ്യത്തെ ഓരോ പൗരനെയും, സ്വതന്ത്രമായി സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ഓരോ പൗരനെയും നമുക്ക് മനസ്സിൽ കാണാം. നടന്നു പോകുന്ന ഓരോരുത്തരെയും തന്റെ വീട്ടിലേക്ക് ആതിഥേയനായി ക്ഷണിച്ചു വരുത്തുകയും അവരെ സൽക്കരിക്കുകയും അവർക്ക് അന്നം മൂട്ടുകയും ഭക്ഷണത്തിൽ മയങ്ങാനുള്ള മരുന്ന് ചേർക്കുകയും മയക്കിക്കെടുത്തുകയും, കിടന്നുറങ്ങുന്ന ഇവർക്ക് തന്റെ കട്ടിലിനേക്കാൾ നീളം കൂടുതലാണെങ്കിൽ അവരുടെ കൈയും കാലും വെട്ടിമാറ്റുക, തന്റെ കട്ടിലിനേക്കാൾ നീളം കുറവാണെങ്കിൽ ചുറ്റിക കൊണ്ട് അടിച്ച് കൈയും കാലും നീട്ടിപ്പരത്തുക. ഇതാണ് ഈ കാട്ടാളന്റെ ഹോബി. ഞാൻ പറയുന്നത് ഒരേ ഒരു താമര വിരിഞ്ഞാൽ മതി എന്ന് പറയുന്നവർ പറയുന്നത്, അപ്രകാരം മതമേ വേണ്ട എന്ന് പറയുന്നവർ പറയുന്നത്, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ വേണ്ട എന്നാകുന്നു. അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം മതം വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്രത്തോളം ഘോരമായിട്ടൊന്നും അവർ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്ന്. അവസരം കിട്ടാഞ്ഞിട്ടാണ്. അവസരം കിട്ടിയിടത്ത കഥകൾ നോക്കിയാൽ മതി.
1917 ബോൾഷെവിക് വിപ്ലവം എന്നറിയപ്പെടുന്ന വിപ്ലവത്തിനു ശേഷം ലെനിന്റെ നേതൃത്വത്തിൽ, സ്റ്റാലിന്റെ നേതൃത്വത്തിൽ റഷ്യയിൽ, തുടർന്ന് ചൈനയിൽ ഉണ്ടായിട്ടുള്ള നരനായാട്ടുകളുടെ കഥ. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, 143 മില്യൺ ആളുകളാണ് ബോൾഷെവിക് വിപ്ലവത്തിന് ശേഷം വധിക്കപ്പെട്ടത്, അരുങ്കൊല ചെയ്യപ്പെട്ടത്, വെടിവെച്ചു കൊന്നത്, തോലുരിക്കപ്പെട്ടത്, നഖത്തിന്റെ ഇടയിലേക്ക് സൂചി കയറ്റിയിട്ട് പീഡനമുറകളിലൂടെ പീഡിപ്പിച്ചത്. കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഹിറ്റ്ലറെ ആയിരിക്കാം. പക്ഷേ ഹിറ്റ്ലറെ നാണിപ്പിക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഇന്നും ചൈനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഷി ജിൻപിങ് എന്നാണ് ഇന്ന് ചൈന ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ പേര്, ഷി ജിൻപിങ്. അദ്ദേഹം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ടുകളുടെ കഥ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് റോയിട്ടേഴ്സ് ന്യൂസ് ഏജൻസിയാണ്, പിന്നെ ഐക്യരാഷ്ട്ര സഭയാണ്. ഇവരൊക്കെ പറയുന്നത് അവിടെ ഒരു പ്രവിശ്യയുണ്ട്, ആ പ്രവിശ്യയിൽ ഉയ്ഗർ മുസ്ലിമീങ്ങളാണ് പാർക്കുന്നത്. സിൻസിയാങ് എന്ന് പറയുന്ന, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സിൻസിയാങ് എന്ന് പറയുന്ന പ്രവിശ്യയിൽ പാർക്കുന്നത് ഉയ്ഗർ മുസ്ലിമീങ്ങളാണ്. ഉയ്ഗർ എന്നത് അവരുടെ ഒരു പേരാണ്. 100 കോടിയോളം മുസ്ലിമീങ്ങളാണ്, 1 കോടിയോളം മുസ്ലിമീങ്ങളാണ് അവിടെ പാർക്കുന്നത്. അവിടെ മതത്തിനെതിരെ വിധികൾ വന്നിരിക്കുന്നു. 2020 അവരുണ്ടാക്കിയ ഒരു നിയമം എന്തെന്ന് വെച്ചാൽ മതത്തെ ദേശസൽക്കരിച്ചു. കേട്ടാൽ നല്ലതാണെന്ന് തോന്നിയേക്കാം. ഇസ്ലാം മതത്തെ ദേശസൽക്കരിച്ചു. പഴയ കാലത്തെ കഥയല്ല, ഇപ്പോഴത്തെ കഥയാ പറയുന്നത്, ചൈനയിൽ നടക്കുന്ന കഥയാ പറയുന്നത്. ദേശസൽക്കരിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിൽ ഇനി എന്തൊക്കെ നിയമങ്ങൾ നിലനിൽക്കണം, എന്തൊക്കെ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്, ഷി ജിൻപിങ്ങിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. അതിന്റെ ഭാഗമായിട്ട് അവർ 40 കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല റീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രകാരം അവർ 500ഓളം സ്കൂളുകൾ സ്ഥാപിച്ചിട്ട് ഇസ്ലാമിന്റെ സിദ്ധാന്തങ്ങൾ ഉരുവിടാൻ പാടില്ല, ഖുർആൻ പാടില്ല, നിസ്കാരം പാടില്ല, നോമ്പ് പാടില്ല എന്ന് പറഞ്ഞെല്ലാം നിരോധനം. ശേഷം നിങ്ങൾ മാവോയുടെ സൂക്തങ്ങൾ കാണാതെ പഠിക്കണം. ഇതിനു വേണ്ടി അങ്ങാടിയിലേക്ക് സാധനം വാങ്ങാൻ പോകുന്ന പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, അത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്, ഒരു പക്ഷേ ഇപ്പോൾ ചൈനയിലെ ഒരു മലപ്പുറം എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ മുസ്ലിമീങ്ങളെ വിളിച്ചു കൊണ്ടുപോയി അവർ ഒന്നുകിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അല്ലെങ്കിൽ റീ എഡ്യൂക്കേഷൻ സെന്ററിൽ, പിന്നീട് തിരിച്ചു വരവേയില്ല. ഇങ്ങനെ പീഡിപ്പിക്കുമ്പോ അതോടൊപ്പം അവർ മറ്റൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേരെന്താ? ജോഡിയാവുക, കുടുംബമാവുക. ഫെയർ അപ്പ്, ബിക്കം ഫാമിലി. ജോഡിയാവുക, കുടുംബമാവുക എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്കും റീ എഡ്യൂക്കേഷൻ സെന്ററിലേക്കും അയക്കപ്പെട്ടിട്ടുള്ള ഭർത്താക്കന്മാരും ആൺമക്കളും അവരുടെ കുടുംബങ്ങളിൽ സ്ത്രീകൾ അനാഥരായി കഴിയുമ്പോൾ അവർക്ക് കമ്മ്യൂണിസം പഠിപ്പിക്കാൻ, അവർക്ക് മാവോ സോത്തൂങ്ങിന്റെ സൂക്തങ്ങൾ പഠിപ്പിക്കാൻ എന്ന പേരിൽ ഇവരുടെ ഹേഡർമാർ, ഓഫീസർമാർ വന്ന് പാർക്കുകയും അവിടെ മദ്യം കൊണ്ടുവരുന്നു, പന്നിമാംസം കൊണ്ടുവരുന്നു, മറ്റു അനാചാരങ്ങൾക്ക് ആവശ്യമായതെല്ലാം കൊണ്ടുവരുന്നു. എന്നിട്ട് ഈ കുടുംബ സ്ത്രീകളുടെ കൂടെ അവർ പാർക്കുറപ്പിക്കുകയും ചെയ്യുന്നു. പേരെന്താണ്? നമുക്ക് ജോഡിയാകാം, ഫാമിലി ആകാം. ഈ വിധത്തിൽ കിരാതമായ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ ഇതിനൊക്കെയും അവരെ പ്രേരിപ്പിക്കുന്നത് മതം നമുക്ക് വിരുദ്ധമാണ്, അതിനെ നിഷ്കാസനം ചെയ്യുക മാത്രമേ പരിഹാരമുള്ളൂ എന്ന അവരുടെ സിദ്ധാന്തമാണ്. എന്നാൽ ഒരു കാര്യം കൂടി, അങ്ങനെയൊക്കെ അവരൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെയൊന്നും അത് കാണുന്നില്ലല്ലോ എന്ന് 2 കാരണമാണ്. രണ്ടാമത്തെ കാരണത്തിൽ ഒന്നാമത്തെ കാരണം, ആദ്യഘട്ടത്തിൽ മതവിശ്വാസികളെ തങ്ങളുടെ കൂടെ നിർത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയുമോ? അവരെ പഠിപ്പിക്കുന്ന പാഠമാണ്. റഷ്യയിൽ പ്രസാധനം ചെയ്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാഗസിൻ എന്ന് പറയപ്പെടുന്ന മാഗസിനിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1900-കളിൽ, കൃത്യമായി ഡേറ്റ് ഓർമ്മയില്ല, ആ പ്രസിദ്ധീകരണത്തിൽ പറയുന്നത് നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ മതക്കാരുമായി നല്ല സഹവർത്തിത്വത്തിൽ ജീവിക്കുന്നത് നിങ്ങൾ കണ്ടേക്കാം. മതമേഖലകളിൽ, അഥവാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പള്ളി കമ്മിറ്റികളിൽ, ക്ഷേത്ര കമ്മിറ്റികളിൽ, നേർച്ച കമ്മിറ്റികളിൽ അടക്കം ഇവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടേക്കാം. പക്ഷേ നിങ്ങൾ ആരും അത് കണ്ട് വഞ്ചിതരാകരുത്. മുസ്ലിമീങ്ങൾ അടക്കമുള്ള മതവിശ്വാസികളുടെ വിശ്വാസം നേടിയെടുക്കാനും സ്വാധീനം നേടിയെടുക്കാനും നമ്മുടെ പ്രവർത്തകർ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. മെല്ലെ മെല്ലെ വേണം അവരെ മാറ്റിക്കൊണ്ടുവരാൻ. അഥവാ ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഇസ്ലാമിക ആചാരാനുഷ്ഠാനങ്ങൾ നിങ്ങൾ ഏറ്റുചൊല്ലാനും അനുഷ്ഠിക്കാനും വരെ പാർട്ടി പ്രവർത്തകർ തയ്യാറാകണമെന്ന് പാർട്ടി കോൺഗ്രസുകളിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്കും തോന്നും ഇതിങ്ങനെയൊക്കെയാണല്ലോ, സഹവർത്തിത്വത്തിലാണല്ലോ, ആ പറഞ്ഞത്ര പ്രശ്നമൊന്നുമില്ല എന്ന്. അതേ സമയത്ത് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ റഷ്യയില് 10ൽ 9 രാജ്യങ്ങളും മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമായിരുന്നു. അവർക്ക് മധുരമായ വാഗ്ദാനം, സാർ ചക്രവർത്തിമാരുടെ ഇരുമ്പ് മുഖങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ, മുസ്ലിമീങ്ങളെ എന്ന് പറഞ്ഞിട്ട്
ലെനിനും സ്റ്റാലിനും സംയുക്തമായി നടത്തിയ പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയിൽ പറയുന്നത്, ഈ ചക്രവർത്തിമാരുടെ പീഡനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞങ്ങളുണ്ട്. ഞങ്ങളിൽ വിശ്വാസം അർപ്പിക്കുക. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാം. നിങ്ങളുടെ മക്കബറകൾ ഞങ്ങൾ സംരക്ഷിക്കാം. നിങ്ങളുടെ പള്ളികളിൽ ആരാധന സ്വാതന്ത്ര്യം ഞങ്ങൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് മധുര വാഗ്ദാനങ്ങൾ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് അവർ മുസ്ലിമീങ്ങളെ വശീകരിച്ചത്. അന്നത്തെ ഒരു ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടേക്കുമല്ലോ എന്ന് കരുതി ഇവർ സഹായിച്ചു. 4 മാസത്തെ സാവകാശമേ കിട്ടിയുള്ളൂ. വെറും 4 മാസം. 4 മാസം കഴിഞ്ഞപ്പോഴേക്ക് ഇവർ മുസ്ലിമീങ്ങൾക്കെതിരെ അഴിഞ്ഞാടാൻ തുടങ്ങുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഞാൻ പറഞ്ഞ 14,30,00,000 ആളുകൾ വധിക്കപ്പെട്ടത്. 14,30,00,000 എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ചരിത്രപരമായി രേഖപ്പെടുത്തപ്പെട്ട കൂട്ട നരഹത്യ നടന്നിട്ടുള്ളത് 2ാം ലോക മഹായുദ്ധത്തിലാണ്. അതുപോലും 80 മില്യനേ ഉള്ളൂ. ഇത് 143 മില്യനാണ്. ഇത്രമേൽ എന്തിന്? ക്രൈം എന്ന് പറയുന്ന പ്രദേശത്ത് ഏതാണ്ട് 1557 പള്ളികൾ ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ കേവലം 5 പള്ളികൾ മാത്രമേ ഉള്ളൂ. അവിടെ 50 ലക്ഷം ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ 4 ലക്ഷം ആളുകളേ ഉള്ളൂ. എവിടെ പോയി ആയിരക്കണക്കിന് പള്ളികൾ? എവിടെ പോയി ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ? ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഭരിക്കുന്നത് കമ്മ്യൂണിസമാണ്. ഉത്തരവാദിത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാൻ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇതൊക്കെ ചെയ്യും. ഇത് പറയൽ ഒരു ബാധ്യതയാണ്. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പൗരൻ എന്ന നിലക്ക് എന്റെ ബാധ്യതയാണ്. നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കും വേണ്ടി വോട്ട് ചെയ്യണമെന്ന് ചർച്ച കൂടെ വേണം. ഞാനിപ്പോ പറയുമ്പോ ഒരു മുസ്ലിം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് വേണ്ടി വോട്ട് ചെയ്യണം. അങ്ങനെ തന്നെ പറയട്ടെ. ഒരാട് കുഴിയിൽ വീണ് ചാവാൻ സാധ്യതയുണ്ടെങ്കിൽ ഫർള് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ആ നിസ്കാരം നിർത്തിവെച്ച് ആ ആടിനെ സംരക്ഷിക്കാൻ പോകണം. എന്തിന്? ആ ജീവിയുടെ ജീവൻ രക്ഷിക്കാൻ. ഒരു രാജ്യത്തെ മൊത്തം രക്ഷിക്കാൻ ഒരു വോട്ടിന് സാധിക്കുമെങ്കിൽ ഈ വോട്ട് നിർബന്ധമാണെന്ന് പറയാൻ പോലും എനിക്ക് മടിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, നമ്മൾ മാത്രം ചെയ്താൽ പോരാ. വീട്ടിലെ ഒരു വോട്ട് പോലും ചോർന്നു പോകാതെ എല്ലാവരെയും, കുടുംബക്കാരെയും, കെട്ടിച്ചയച്ചവരെയും മുഴുവൻ ആളുകളോടും ഈ വോട്ട് നിർബന്ധമായും രേഖപ്പെടുത്താൻ വേണ്ടി പറയണം. ഈ രാജ്യത്തെ കാക്കണം. ഈ രാജ്യത്തെ ഹൈന്ദവനെ കാക്കണം, ക്രിസ്ത്യാനിയെ കാക്കണം, എല്ലാവരെയും കാക്കണം. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ ആരൊക്കെ ഏകോദര സഹോദരന്മാരായി നിലനിന്നോ അവർ മുഴുവനും രാജ്യത്തിന്റെ മക്കളായി, ഒരമ്മ പറ്റ ഒരു ഉമ്മ പറ്റ മക്കളെ പോലെ ജീവിക്കുന്ന ഒരു സാഹചര്യം പുനഃസൃഷ്ടിക്കണം. ഇതതില്ല. കേരളത്തിൽ നമുക്കിത് അറിയാതെ പോകുന്നത് ഇവിടെ ലീഗ് ഉള്ളത് കൊണ്ടാണ്, ഇവിടെ കോൺഗ്രസ് ഉള്ളത് കൊണ്ടാണ്. മറിച്ചതിന്റെ അപ്പുറത്തേക്ക് പോയാൽ ഒരുപാട് പറയാനുണ്ട്. ദുരവസ്ഥയാണ്. ആട്ടിറച്ചി പോലും ഗോമാംസം എന്ന് പറഞ്ഞ് അടിച്ചു കൊന്ന കഥകൾ നമുക്കറിയാവുന്നതാണ്. മാംസം തിന്നാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ, പള്ളിയിൽ പോകാൻ സ്വാതന്ത്ര്യമില്ലാതെ, ബാബരി മസ്ജിദിന്റെ കഥകൾ മാത്രം ഓർത്താൽ പോരെ. അത് തകർക്കപ്പെട്ടു എന്ന് മാത്രമല്ല, പകരം അവിടെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. നമുക്ക് നീതി കിട്ടിയില്ല. പക്ഷേ മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ, ഈ രാജ്യത്തിന്റെ അന്തസത്തെ അറിയുന്ന മഹാനായ മനുഷ്യൻ, മുസ്ലിം ലീഗിന്റെ നേതാവ്, അന്ന് പറഞ്ഞു, മൗനം പാലിക്കുക, ആത്മസംയമനം പാലിക്കുക. അത് നമ്മുടെ നയമാണ്. രാജ്യത്ത് കലാപം ഉണ്ടാക്കലല്ല, സൗഹാർദ്ദവും സമാധാന അന്തരീക്ഷവും അത് നഷ്ടപ്പെട്ടു പോകുമെന്ന പേടി കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ വേദനയോടെ മുൻ ഇലക്ഷനിലൊന്നും ഇല്ലാത്ത വിധത്തിൽ ഒരു നെട്ടോട്ടപ്പാച്ചിലാണ്, ഒരവസാന ശ്രമമാണ്. ഇത് പാളിപ്പോകാൻ പാടില്ല. ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നതോടൊപ്പം രാജ്യത്തുടനീളം അനുകൂലമായ ഒരു കാറ്റ് വീശുന്നതിന് ജഗനിയന്താവായ അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുകൂടി ചെയ്യണം. തഹജ്ജുദ് നമസ്കരിച്ച് പ്രാർത്ഥിക്കണം. ഭീവത്സമായ ഒരു ഘട്ടം തന്നെയാണ് നമ്മളിപ്പോ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ രാജ്യത്തെ നാഥൻ കാക്കട്ടെ. നമ്മളെ, ജനങ്ങളെ, ഈ രാജ്യത്തിന്റെ ക്ഷേമൈശ്വര്യത്തെ നിലനിർത്താൻ സഹായിക്കുന്ന എല്ലാവരെയും നാഥൻ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.